കേരളത്തിലെ പ്രതിപക്ഷ നിരയായ യു.ഡി.എഫിനുള്ളിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നടക്കുന്ന പരസ്യമായ ചർച്ചകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് പി അബ്ദുൽ ഹമീദ് എം.എൽ.എ രംഗത്തെത്തി. തിരഞ്ഞെടുപ്പിന് മുൻപേ പദവികളെ ചൊല്ലി തർക്കിക്കുന്നത് മുന്നണിയെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളെയും അണികളെയും വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണത്തിന് പുറത്തിരിക്കുന്ന യു.ഡി.എഫ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അബ്ദുൽ ഹമീദ് ചൂണ്ടിക്കാട്ടി. യു.ഡി.എഫിന് വോട്ട് ചെയ്തവർക്ക് നിരാശയുണ്ടാക്കുന്ന ചർച്ചകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരം പരസ്യ പ്രസ്താവനകൾ തടയേണ്ടവർ തന്നെ അത് പ്രോത്സാഹിപ്പിക്കുന്നത് ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഇത്തരം പ്രവണതകൾ കോൺഗ്രസ് നേതൃത്വം അടിയന്തരമായി നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളുടെ വാക്പോര് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വളരെ പക്വമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. കോൺഗ്രസ് ലീഗിന് അർഹമായ പരിഗണന നൽകുമെന്ന് ഉറപ്പുണ്ടെന്നും എന്നാൽ അങ്ങോട്ട് പോയി പദവികൾ ആവശ്യപ്പെടാൻ ലീഗ് തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം ലീഗ് ഒരിക്കലും അധികാരത്തിന് വേണ്ടി സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുന്ന പാർട്ടിയല്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയെന്ന നിലയിൽ ലീഗിന്റെ ശക്തിയും സ്വാധീനവും കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമുണ്ട്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലീഗ് പരസ്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല. യു.ഡി.എഫിന്റെ കെട്ടുറപ്പിന് പോറലേൽക്കാത്ത രീതിയിൽ അർഹമായ സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് സ്വമേധയാ നൽകുമെന്ന വലിയൊരു വിശ്വാസമാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ പങ്കുവെക്കുന്നത്. പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ ചരിത്രമുള്ള കോൺഗ്രസ് ലീഗ് സഖ്യം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ കൂട്ടുകെട്ടാണ്. ഈ ബന്ധം വെറും ഒരു അധികാര പങ്കിടൽ മാത്രമല്ല, മറിച്ച് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയോ മറ്റു പദവികളെ ചൊല്ലിയോ ഉള്ള തർക്കങ്ങളിലൂടെ ഈ സൗഹൃദത്തിന് മങ്ങലേൽപ്പിക്കാൻ ലീഗ് അനുവദിക്കില്ല. മുന്നണിയുടെ വിജയമാണ് പ്രധാനം എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന തീരുമാനങ്ങളെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം അടിവരയിടുന്നു. കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടെന്ന് അബ്ദുൽ ഹമീദ് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ ഓരോ രാഷ്ട്രീയ ചലനങ്ങളും രാഹുൽ ഗാന്ധി നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് പോലുള്ള നിർണായക തീരുമാനങ്ങളിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാട് എന്തായാലും അത് അംഗീകരിക്കാൻ ലീഗ് തയ്യാറാണ്. വ്യക്തി താൽപര്യങ്ങളെക്കാൾ പാർട്ടിയുടെയും മുന്നണിയുടെയും പൊതുവായ താൽപര്യങ്ങൾ പരിഗണിച്ച് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടെന്ന് അബ്ദുൽ ഹമീദ് വിശ്വസിക്കുന്നു. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് ഗൗരവമായി കാണേണ്ടതുണ്ട്. മുന്നണിയുടെ വിജയത്തിന് ഐക്യം അത്യന്താപേക്ഷിതമാണെന്നും പദവികളെക്കാൾ ഉപരി ജനവിശ്വാസം ആർജിക്കാനാണ് നേതാക്കൾ ശ്രമിക്കേണ്ടതെന്നും അബ്ദുൽ ഹമീദ് എം.എൽ.എയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു.